ടോവിനോ മാസായിരുന്നു. ഇല്ല, ടോവിനോ ഒന്നും പറയേണ്ട കാര്യമാണ്, നന്നാവില്ലേ? നല്ല ടിസ്റ്റൊക്കെ നല്ല രസമുള്ളതായിരുന്നു. டொவி ஒரு நல்ல நடிகர், சூப்பரான நடிகர். இப்போ நீங்கள் ஏஆர்எம், இப்போ ஐடென்டிட்டி, அவரோட லெவல் உங்களுக்கு தெரியும். அவருக்காக ஒரு ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. പടങ്ങനെ പോകുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ഗ്രാഫാണ് ഇത് പോകുന്നത്. ഫൈറ്റൊക്കെ നല്ല അടിപൊളിയുണ്ട്. ഫൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നല്ലതായിട്ട് ഇത്രയും ബജറ്റ് വന്നതിൻ്റെ ഒരു അറിയാനുണ്ട്. പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633888575. മസ്റ്റ് വാച്ചാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാ. അടിപൊളിയാ, എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ വളരെ കിടിലായിരുന്നു. ആക്ഷനും ഈവൻ കാർ ചേസും ഒക്കെ അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച്. ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ആണ്. അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ്. ടോവിനോ മാസായിരുന്നു. ഡെഫിനറ്റ്ലി ഈ വർഷത്തെ ആദ്യത്തെ പടമാണ്. ഡെഫിനറ്റ്ലി ആദ്യത്തെ ഹിറ്റായിരിക്കും. നല്ല പടം. നിങ്ങൾ കണ്ടില്ലേ? ഞാനുണ്ടതില്ലേ. നല്ല പടമാണ്, കാണണം. ന്യൂ ഇയറിന്റെ അടിപൊളി ഹിറ്റ് പടമാണ്. എന്തോ അതെ മസ്റ്റ് വാച്ച്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രകടനം, അതായത് ഫോറൻസിക്കിന് ശേഷം അടിപൊളി ഒരു മൂവി. പിന്നെ ത്രില്ലിങ് എലമെന്റ്സ് നല്ല രീതിയിൽ ഇട്ട് വെച്ച് പോയിട്ടുണ്ട്. നമുക്ക് ലാഗ് ഇല്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ മൂവി. അടിപൊളി സൂപ്പർ. നല്ല സിനിമയാണ്, എന്റർടൈനറാണ്, നന്നായിട്ട് കണ്ടിരിക്കാം. സൂപ്പർ പടമാണ്. കണ്ടു കൊള്ളാം, നല്ല പടം. അടിപൊളിയായിട്ട് കാണണം. നല്ല പടം. ടെക്നിക്കലി നല്ലതായിട്ടുണ്ട്. ഫ്ലൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നല്ലതായിട്ട് ഇത്രയും ബജറ്റ് വന്നതിൻ്റെ ഒരു അറിയാനുണ്ട്. കൊള്ളാം, നന്നായി. മസ്റ്റ് വാച്ച്. നല്ല നല്ല രസമുണ്ട്. എന്നിട്ട് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത് വളരെ റയറായിട്ടാണ്. ഇത് ലാസ്റ്റ് ഒരു 3/4 മണിക്കൂറൊക്കെ വളരെ എൻഗേജിങ് ആണ്, നല്ല രസമാണ്. ഇല്ല, ടോവിനോ ഒന്നും പറയേണ്ട കാര്യമാണ്, നന്നാവില്ലേ? ഒരുപടി നന്നായി. കുഴപ്പമില്ല, നല്ല പടം. വാച്ചബിൾ, ജസ്റ്റ് വാച്ചബിൾ. നല്ല പടമായിരുന്നു, നല്ല ടിസ്റ്റൊക്കെ നല്ല രസമുള്ളതായിരുന്നു. കൊള്ളാം. ശരി, താങ്ക് യു. സൂപ്പർ ആക്ഷൻ ഓറിയൻറ്റഡ്, ഒരു സസ്പെൻസ് ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോരോ മൂമെൻറ്റിലും ട്വിസ്റ്റുകൾ കാണുന്ന സമയത്ത് യെസ്, ഇങ്ങനെയും ഇൻവെസ്റ്റിഗേഷൻ കാരണം ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആൻഡ് ടോവിനോ ഒരു ഗുഡ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആസ് എൻ ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിം. അത് ആ ഫ്ലൈറ്റിൻ്റെയും കാർ ചേസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പടം ഇങ്ങനെ പോകുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ഗ്രാഫാണ് ഇത് പോകുന്നത്. അത് പോയി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും യെസ്, ഇറ്റ് എ ഗുഡ് ഫിലിം, ഒരു നല്ലൊരു പടം കണ്ട ഒരു ഫീൽ ചെയ്യും. താങ്ക് യു. ത്രില്ലർ മൂവിയാണ്. ഫൈറ്റൊക്കെ നല്ല അടിപൊളിയുണ്ട്. പിന്നെ വിമാനം വെച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ കോളിളക്ക സിനിമയുടെ അതൊരു വേറൊരു ലെവലാണ് കേട്ടോ. ടൊവിനോ തൃശ കോമ്പോ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുമായിട്ടിരുന്ന് കണ്ടതിന്റെ? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇന്റർവെല്ലിലും ക്ലൈമാക്സിലൊക്കെ കയ്യടികളൊക്കെ കിട്ടി. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ, നിങ്ങൾ കണ്ടോ? ஆடியன்ஸுக்கு பிடிக்கும் கண்டிப்பாக. நமக்கு ஸ்டோரி கேட்கும் போது எனக்கு தெரியும். ஸோ த ஹோல் பாயிண்ட் இஸ் டொவி ஒரு நல்ல நடிகர், சூப்பரான நடிகர். இப்போ நீங்கள் ஏஆர்எம், இப்போ ஐடென்டிட்டி, அவரோட லெவல் உங்களுக்கு தெரியும். அவருக்காக ஒரு ஆப்போசிட்டாக நான் வந்திருக்கேன். ஸோ இட்ஸ் ஐ திங்க் அகில் பால் அண்ட் அனாஸ் ஹவ் டன் அ வெரி குட் ஸ்டோரி. நான் நினச்ச மாதிரி, நான் கேட்ட மாதிரி ஸ்டோரி அவர் காட்டிருக்காங்க. பப்ளிக் ப்ளீஸ் பாருங்க. பிகினிங் ஆஃப் 2025 ஐ என்ஜாய்ட் த மூவி. நான் வேண்டிக்கிறேன், ஐ ஹோப் யூ ஆல் கம் அண்ட் see the movie and you all enjoy the movie too. Happy New Year to all of you. Thank you.